ഹലോ ഗൈസ്, വെൽക്കം ടു മിസ്റ്റർ വോക്സ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് GSTയുടെ വെബ്സൈറ്റിലെ പുതിയൊരു ITC കമ്പാരിസൺ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി വളരെ വിളിച്ചു ചോദിച്ചിരുന്നു. എല്ലാ കോഴ്സും നമുക്ക് എടുക്കാൻ സാധിക്കാറില്ല. അപ്പോൾ പരമാവധി ഡൗട്ട് ചോദിക്കാൻ വിളിക്കുന്ന ആളുകൾ വാട്സപ്പിൽ വോയിസ് നോട്ടായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വേണമെങ്കിൽ മാത്രമാണ് നമുക്ക് അത് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാത്ത സിറ്റുവേഷൻസിലെ തിരക്ക് കാരണം കൊണ്ട് പല കോഴ്സും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. ഓക്കെ, സോ ITC കമ്പാരിസൻ്റെ റിപ്പോർട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സർവീസസിൽ റിട്ടേൺസിൽ ടാക്സ് ലയബിലിറ്റീസ് ആൻഡ് ITC കമ്പാരിസൺ. ഇത് മുമ്പ് ഉണ്ടായിരുന്നതാണ്, പക്ഷേ എൻ്റെ ഫോമാറ്റൊക്കെ മാറി കുറച്ചും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. സോ ഇത് മനസ്സിലാക്കിയെടുക്കാൻ എന്താ ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബിക്കോസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോമാറ്റാണ്. ആദ്യം തന്നെ നിങ്ങളിത് വായിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആരും ഇത് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കാതെ ആണ് ഡൗട്ടൊക്കെ ചോദിക്കാൻ വിളിക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് കൺവേ ചെയ്യാനായിട്ട് പറ്റാറില്ല. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടേബിൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 5 ടേബിൾസ് ഉണ്ട് എക്സാക്ട്ലി. അതിൽ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു എക്സ്പ്ലനേഷൻ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ഡയലോഗ് ബോക്സ് പോലെ കിട്ടുന്നതാണ്. ഓക്കെ, സോ അതൊക്കെ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് മെയിനായിട്ട് വരുന്നത് GSTR 1ഉം GSTR 3 ഡിഫറൻസ്, അതുപോലെ തന്നെ GSTR 3Bയിലെ ITC നമ്മൾ 2Bയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടഡായിട്ട് വന്നിട്ടുള്ള ITC തമ്മിലുള്ള ഡിഫറൻസുകളാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ ടാക്സ് ലയബിലിറ്റി ആൻഡ് ITC സ്റ്റേറ്റ്മെൻറ്റ് സമ്മറിയാണ്. ഇപ്പോൾ ഇതിൽ GSTR 1ലും GSTR 3Bയിലും നമ്മൾ കാണിച്ചിട്ടുള്ള ടാക്സ് ലയബിലിറ്റിയുടെ സമ്മറിയാണ് ആദ്യം വന്നിരിക്കുന്നത്. സോ GSTR 1ഉം 3Bയും തമ്മിൽ ഒരു ഡിഫറൻസ് വരേണ്ട ആവശ്യം തന്നെ ഇല്ല. ദാറ്റ് മീൻസ് നമ്മൾ പ്ലാൻ ചെയ്യാതെ മണ്ടത്തരം കാണിക്കുന്നതുകൊണ്ടാണ്, അങ്ങനെ ഫയൽ ചെയ്തുകൊണ്ടാണ് GSTR 1ഉം 3Bയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. നമ്മൾ കാണിക്കുന്ന ടേൺ ഓവറിലോ ടാക്സ് ലയബിലിറ്റിയിലോ അങ്ങനെ ഡിഫറൻസ് വരേണ്ട ആവശ്യം തന്നെ ഇല്ല. ബട്ട് നെക്സ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് 3Bയിലും 2Bയിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് നമുക്കറിയാം, എങ്ങനെ പോയാലും ചെറിയ ഡിഫറൻസുകളൊക്കെ വരും. അത് എത്ര നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നു അത്ര നല്ല രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സപ്ലൈസിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നല്ലൊരു സിസ്റ്റമൊക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നും വരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആ കൂടിയിട്ട് മറ്റേ ചെറിയ ഡിഫറൻസിലൊക്കെ തന്നെയാണ് ഫയൽ ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, ഇത് പെർഫെക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യുന്ന ഒരു ക്ലയൻറ്റിൻ്റെ റിപ്പോർട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിപ്പോർട്ട് വരുന്നത് ടാക്സ് ലയബിലിറ്റി അതർ ദാൻ എക്സ്പോർട്ട് ഇൻ റിവേഴ്സ് ചാർജ്. സാധാരണ ഇതിലുള്ള ടാക്സ് ലയബിലിറ്റിയുടെ റിപ്പോർട്ടാണ്. ഇവിടെ ടാക്സ് ലയബിലിറ്റി GSTR 3Bയിൽ വരുന്നത്, GSTR 1ൽ വരുന്നത്. ഓക്കെ, ഇവിടെ വലിയ ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റില്ല. ബിക്കോസ് 3Bയും 1ഉം തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റില്ല. ബിക്കോസ് ഇത് പെർഫെക്റ്റ്ലി ഫയൽഡാണ്. അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ ഫയൽ ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഇനി നെക്സ്റ്റ് വരുന്ന GSTR 1ൽ എക്സ്ട്രാ ഷോർട്ട് ഫോൾ എന്താണ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഷോർട്ട് ഫോൾ എന്താണ്. ഇവിടെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഷോർട്ട് ഫോളും ക്യുമുലേറ്റീവ് ഷോർട്ട് ഫോളും ഒന്നും നമുക്ക് വരുന്നില്ല. ഓക്കെ, ഷോർട്ട് ഫോൾ എന്ന് പറയാൻ മനസ്സിലായത് ഉദ്ദേശിക്കുന്നത് ഡിഫറൻസസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ടാക്സ് ലയബിലിറ്റി ഡ്യൂ ടു റിവേഴ്സ് ചാർജ്. ഇവിടെ നമുക്ക് റിവേഴ്സ് ചാർജ് ഒന്നും ഈ ക്ലയൻറ്റിന് വരുന്നില്ല, അതുകൊണ്ട് നില്ലാണ്. ദെൻ നെക്സ്റ്റ് ടാക്സ് ലയബിലിറ്റി ഡ്യൂ ടു എക്സ്പോർട്ട്, തന്നെ അത് നമുക്ക് വരുന്നില്ല. ദെൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിംഡ് ആൻഡ് ഡ്യൂ, ഇതാണ് മെയിനായിട്ടുള്ള റിപ്പോർട്ട്. ടേബിൾ നമ്പർ 4 ആണ്. ക്രെഡിറ്റ് ക്ലെയിം ചെയ്തു, പക്ഷേ ഡ്യൂ ആണ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. 3Bയിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട്, പക്ഷേ 2Bയിൽ വന്നിട്ടില്ല. ഓക്കെ, ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ റെഡ് മാർക്കൊക്കെ വരുന്നുണ്ട് ചിലത്. അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്. നമുക്കറിയാവുന്ന ഈസ് തന്നെയാണ്. അതായത് GST 3Bയിൽ നമ്മൾ ക്ലെയിം ചെയ്യും, പക്ഷേ 2Bയിൽ വരില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഫോം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പലരും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ CGST നമ്മൾ 44,000 3Bയിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട്, 44,814 ക്ലെയിം ചെയ്തിട്ടുണ്ട്. 2Bയിൽ വന്നിട്ടുള്ള 40,000 ആണ്. അതിനർത്ഥം എന്താണ്, നമ്മൾ എക്സ്ട്രാ 4,000 സംതിങ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതെവിടെയാണ് വരുന്നത്? ഷോർട്ട് ഫോൾ എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഷോർട്ട് ഫോൾ ആണെങ്കിൽ ഇവിടെ മൈനസ് ഫിഗറും, എക്സസ് ആണെങ്കിൽ പ്ലസ് ഫിഗർ വരും. അപ്പോൾ എക്സസ് എന്ന് പറഞ്ഞതല്ലോ ഇവിടെ 2B - 2B ആണ്. അതായത് 3Bയിൽ നിന്ന് 2B ആണ് ഡിഡക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ 3Bയിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും എക്സസിൽ വരും. അതായത് 4,500 സംതിങ് ആണ് നമ്മളുടെ എക്സസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ നെക്സ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ IGST ഷോർട്ട് ഫോളിലാണ്, മൈനസ് ഫിഗർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് എന്താണ്, IGST നമുക്ക് 2Bയിൽ കൂടുതൽ വന്നിട്ടുണ്ട്, പക്ഷേ 3Bയിൽ നമ്മൾ കുറവാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ സെയിം തന്നെയാണ് ഇവിടെ ക്യുമുലേറ്റീവ് ഷോർട്ട് ഫോൾ എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് ഷോർട്ട് ഫോൾ വേറെ ഒന്നുമല്ല, മൈനസ് ഫിഗറും പോസിറ്റീവ് ഫിഗേഴ്സും എല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണ് ഇത് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ -4,000 ഉണ്ടായിരുന്നു, ഇവിടെ വീണ്ടും ഒരു മൈനസ് വന്നു. സോ ഇവിടെ ടോട്ടൽ ചെയ്തിട്ട് കാണിച്ചു. അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. അതായത് ഷോർട്ട് ഫോൾ ആണ്. സോ ഓട്ടോമാറ്റിക്കലി അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 21 നിന്ന് ഈ 15 അഡ്ജസ്റ്റ് എമൗണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ടോട്ടൽ എല്ലാത്തിനും ടോട്ടൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ഓക്കെ, ഇവിടെ $15,000 നമുക്ക് എന്താണ് ഷോർട്ട് ഫോൾ ആണ് വന്നിരിക്കുന്നത്. 7,282 സംതിങ് എന്താണ് അത് എക്സസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫിഗേഴ്സ് തന്നെയാണ്. വളരെ ചെറിയ എമൗണ്ട് ആണ്. ടേൺ ഓവർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫിഗേഴ്സ് തന്നെയാണ്. അപ്പോൾ 2Bയിൽ ഡിഫറൻസ് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് നോട്ടീസൊക്കെ വന്നേക്കാം. ഇതിന് നോട്ടീസ് വരാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിമാൻഡ് വരാൻ ചാൻസ് ഉണ്ട്, ടാക്സ് അടയ്ക്കാൻ പറയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാമെന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇനി കൂടുതൽ എക്സസ് ടാക്സ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് DRC വെച്ചിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേ ടൈമിൽ നമ്മൾ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബിസി ആകുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള സില്ലിയായിട്ടുള്ള ഫോൺ കോൾസ് ഞാൻ എപ്പോഴും അവോയ്ഡ് ചെയ്യാറുണ്ട്. അതായത് HSN കോഡ് ചോദിച്ച് വിളിക്കുക, റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഇന്ന കോളത്തിൽ എന്ത് എൻ്റർ ചെയ്യണം, അങ്ങനെയുള്ള കേസസൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സീരിയസ് മാറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് വോയിസ് നോട്ടായിട്ട് അയക്കാം. സില്ലി മാറ്റേഴ്സിനൊന്നും ആൻസർ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഒരുപാട് പേര് കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സാധനം ഫോൺ എടുക്കുന്നില്ല, ആൻസർ പറയുന്നില്ല എന്നൊക്കെ. ഒന്നും വിഷമം ചോദിച്ചിട്ട് കാര്യമില്ല, തിരക്കാണ്. സോ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.